വെട്ടാൻ നടപടി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നടപടി എടുക്കണ്ട. ആൾക്കാർ മരിക്കണതല്ല നിങ്ങൾക്ക്. അത് വീണാലും ഞങ്ങൾ മരിക്കും. മരിച്ചു കഴിഞ്ഞിട്ടുള്ള പരിപാടിയല്ല, മരിക്കണേക്കാൾ മുമ്പ് ചെയ്യേണ്ടത്. മരിച്ചു കഴിഞ്ഞിട്ടുള്ള പരിപാടിയെ അടിയന്തരമായ സഹായം ഇവിടെ തൃശ്ശൂരിൽ കളക്ടറേറ്റിൽ ഒരു പ്രതിഷേധം ഒരു സ്ത്രീ ഉയർത്തുന്നുണ്ട്. മന്ത്രിമാരോടാണ് ഇത്തരം മരിച്ചതിന് ശേഷമല്ല ഇക്കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് അവർ പറയുകയാണ്. സച്ചിൻ വെള്ളിക്കാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സച്ചിൻ, എന്താണ് ഈ പ്രതിഷേധം ഉയർത്തുന്ന ആൾ ആരാണ്, എന്താണ് ഇത് സംബന്ധിച്ച് മനസ്സിലാകുന്നത്? അതായത് വീടിന് സമീപത്തായിട്ട് വീടിന് മുകളിലേക്ക് അടുത്ത വീട്ടിൽ ഒരു മരം ചാഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് വെട്ടിമാറ്റാൻ വേണ്ടി പഞ്ചായത്ത് അധികൃതരോ മറ്റോ തയ്യാറായില്ല. അതിലാണ് ഇപ്പോൾ കളക്ടറേറ്റിലെത്തി യുവതി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ വീട്ടമ്മ അതായത് മന്ത്രിമാര് വാർത്താ സമ്മേളനം വിളിച്ച കളക്ടറേറ്റിലെ പ്രസ് കോൺഫറൻസ് ഹാളിന് മുന്നിൽ മന്ത്രിമാർക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. പ്രധാനമായും പറയുന്നത് വീടിന് മുകളിലുള്ള മരം മുറിച്ചു മാറ്റാൻ വേണ്ടി തയ്യാറായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതീവ നിർണായകമായ തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. അതായത് 14 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബത്തിനും 2 ലക്ഷം രൂപ ചികിത്സാ സഹായമായി പരിക്കേറ്റവർക്കും നൽകാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. കൂടാതെ തന്നെ ഈ കൃത്യമായ രീതിയിൽ അതായത് മറ്റ് വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പൂരം നടത്തിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരേണ്ടതുണ്ട്. ചടങ്ങ് മാത്രമായി നടത്താനാണോ അല്ലെങ്കിൽ മറ്റ് കുടമാറ്റമടക്കമുള്ള ചടങ്ങുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വെടിക്കെട്ട് മാത്രം ഒഴിവാക്കി നടത്താനാണോ തുടങ്ങിയ തീരുമാനങ്ങളെല്ലാം അല്പസമയത്തിനുള്ളിൽ തന്നെ മന്ത്രി VN വാസവൻ, മന്ത്രി R ബിന്ദു, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ മാധ്യമ പ്രവർത്തകരോട് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കും. എന്തായാലും നിർണായകമായ തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ മന്ത്രിമാർ മാധ്യമങ്ങളോട് പങ്കുവെക്കും. ഈ പ്രതിഷേധം അവസാനിക്കുന്നില്ല. ഇവരുടെ വ്യക്തിപരമായ ഒരു പ്രതിഷേധം അറിയിക്കുകയാണ്. അത് ആ പ്രശ്നം പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടി അവിടെ നടത്തുന്നുണ്ടോ? കാരണം ഇതിന് ശേഷം ഈ ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ യോഗത്തിന് ശേഷം മന്ത്രിമാർക്ക് പ്രതികരിക്കേണ്ടതുമുണ്ട്. ഞാൻ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ബിന്ദുവാണ് വിളിക്കുന്നത്. ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഉന്നത വിദ്യാഭ്യാസം. സച്ചിൻ, ഇവരുടെ പ്രതിഷേധം എന്തായാലും അവിടെ നിന്ന് മാറുന്നില്ല. കാരണം മന്ത്രിമാർ അവിടെ മാധ്യമങ്ങളെ കാണാനായി ഇരിക്കുന്ന സ്ഥലത്താണ്, അതിനു മുന്നിലാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും നടപടി അതിവേഗം കൈക്കൊള്ളുന്നുണ്ടോ? പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്. മുൻപിൽ വന്ന് അവരുടെ പ്രധാനമായും വീടിന് മുകളിന് തൊട്ടടുത്ത് വീടിന് മുകളിലേക്ക് ചാഞ്ഞ അവസ്ഥയിൽ ഒരു പ്ലാവ് നിൽക്കുന്നു എന്നതാണ്. ആ പ്ലാവ് മുറിച്ചു മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്ത് അധികൃതരോടോ അല്ലെ മറ്റ് ജനപ്രതിനിധികളോടോ പറഞ്ഞിട്ട് യാതൊരുവിധ പരിഹാരവും ഉണ്ടായില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കളക്ടറേറ്റ് മന്ത്രിമാരുടെ മുന്നിലേക്ക് യുവതി പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് എത്തി യുവതിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിർണായകമായ ഒരു യോഗം നടന്ന് മന്ത്രിസഭാ യോഗം നടന്ന് അതിന്റെ തീരുമാനങ്ങളെല്ലാം വ്യക്തമാക്കുവാൻ വേണ്ടി വിളിച്ച എന്തായാലും ആ പ്രതിഷേധം ഉയർത്തിയ സ്ത്രീയെ അവിടെ പോലീസുകാർ പറഞ്ഞ് ആ മുറിയിൽ നിന്ന് കളക്ടറേറ്റിൻ്റെ കോൺഫറൻസ് ഹാളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം ഈ യോഗശേഷം സംസാരിക്കാനിരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ അവരുടെ വ്യക്തിപരമായി അവരുടെ വീടിനും മുകളിലേക്ക് ചാഞ്ഞ ഒരു മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി അവർ ഉന്നയിച്ചത്. സച്ചിൻ, എന്തായാലും ആ പ്രതിഷേധം അവസാനിച്ച് ഇനി മന്ത്രിമാർ മറ്റ് പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ? എന്തായാലും വളരെ നിർണായകമായ തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്തിട്ടുണ്ട്. കാരണം 14 ലക്ഷം രൂപ നൽകാൻ ഈ കുടുംബങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ചികിത്സ ഇപ്പോൾ പരിക്കേറ്റവർക്കൊക്കെ സൗജന്യമായി നൽകാൻ തീരുമാനിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവം എങ്ങനെ ഉണ്ടായി എന്നറിയാൻ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോവുകയാണ് സർക്കാർ.
തീർച്ചയായും അതുതന്നെയാണ്. കാരണം നിലവിൽ ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. കാരണം വനിതാ പോലീസുകാരെത്തി ഇപ്പോൾ യുവതിയെ പ്രതിഷേധവുമായി എത്തിയ വീട്ടമ്മയെ ഈ പത്രസമ്മേളന ഹാളിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. എന്തായാലും പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പ് പോലീസുകാരോട് പറഞ്ഞപ്പോൾ അവർ നൽകിയിട്ടുണ്ട്. നേരെ മറിച്ച് അതായത് ഈ നിർണായകമായ മന്ത്രിസഭാ യോഗം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിലാണ് 14 ലക്ഷത്തോളം രൂപ നിലവിൽ ദുരന്തത്തിൽ മരിച്ച കുടുംബാംഗങ്ങൾക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്.